ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും എന്നാ പറയുന്നു? അപ്പോൾ ഞാൻ ഇന്ന് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് ഒരു എഗ് ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പിയാണേ. ഒരു 10 മിനിറ്റ്സിൽ ഈസി ആയിട്ട് ഈ റെസിപ്പി പ്രിപ്പയർ ചെയ്യാൻ കുഞ്ഞുങ്ങൾക്കും വലിയവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന റെസിപ്പിയാണ് കേട്ടോ. ഞാൻ ഈ ഫ്രൈഡ് റൈസ് തയ്യാറാക്കുന്നത് സൺഫ്ലവർ ഓയിലിലാണ്. ഓയിലൊന്ന് ചൂടായി വരുമ്പോഴത്തേന് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ഗാർലിക് ഇട്ട് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്യാമേ. ഞാനൊരു 3 എഗ്സ് എടുത്തിട്ടുണ്ട്, അതൊന്ന് സ്ക്രാമ്പിൾ ചെയ്ത് മാറ്റി വെക്കണേ. ഇനിയിപ്പോൾ ബാക്കി വന്ന ഓയിലിലേക്ക് വെജിറ്റബിൾസൊക്കെ ഒന്നിട്ട് സോട്ട് ചെയ്യാം. ഞാൻ വെജിറ്റബിൾസായിട്ട് എടുക്കുന്നത് ബീൻസും ക്യാരറ്റും ക്യാബേജും പിന്നെ കുറച്ച് ഒനിയനും ആണ്. വെജിറ്റബിൾസ് എല്ലാം ഒന്ന് വാടി വന്നാൽ മതി, ഓവർ കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ഒന്നെങ്കിൽ സൺഫ്ലവർ ഓയിൽ യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ഒലിവ് ഓയിൽ യൂസ് ചെയ്യുക കേട്ടോ. വെജിറ്റബിൾസ് എല്ലാം നന്നായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. അപ്പോഴത്തേന് നമുക്ക് കുറച്ച് സോൾട്ട് ആഡ് ചെയ്ത് കൊടുക്കാവേ. സോൾട്ട് ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണേ വെജിറ്റബിൾസ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് വേവിച്ച് വെച്ചിട്ടുള്ള റൈസ് ആഡ് ചെയ്ത് കൊടുക്കാം. റൈസിൻ്റെ മുകളിലോട്ട് സോയ സോസ് ആദ്യം ആഡ് ചെയ്ത് കൊടുക്കാവേ. പിന്നെ കുറച്ച് പെപ്പർ പൗഡറും ഷുഗറും വിനീഗറും ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ആദ്യമേ സ്ക്രാമ്പിൾ ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള എഗ്ഗ് ഇല്ലയോ, അതും കൂടെ ഇതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കാവേ. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാമേ. ഇത് മിക്സ് ചെയ്യുമ്പോൾ വളരെ പതുക്കെ മാത്രം മിക്സ് ചെയ്യുക, അല്ലെങ്കിൽ ഈ റൈസ് ബ്രേക്കായി പോവേ. ഫൈനലി നമുക്ക് ചോപ്പ് ചെയ്ത മല്ലിയിലയും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി എഗ് ഫ്രൈഡ് റൈസ് റെഡിയാണ്. എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണേ. കുഞ്ഞുങ്ങളുടെ ലഞ്ച് ബോക്സിൽ കൊടുത്തു വിടാൻ പറ്റിയൊരു റെസിപ്പിയാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ താങ്ക് യു സോ മച്ച്.